പറഞ്ഞതുപോലെ തന്നെ CPM-ന്റെ ഇടതുമുന്നണിയുടെ കാര്യത്തിൽ CPM-ന്റെയും CPI-യുടെ ഒക്കെ സ്ഥാനാർത്ഥി പട്ടിക സെറ്റാണ്. ഇനി അറിയേണ്ടത് ഇനി അതിനകത്ത് എൻ്റെ ഒരു സംശയം, നേരത്തെ തന്നെ ഈ മുന്നണികളുമായി ബന്ധപ്പെട്ടുള്ള മാറ്റമെല്ലാം സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് അതിലിനി പുതിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതാം. പിന്നെ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ പാലക്കാട്ടെ കാര്യം മാത്രമാണ് എന്താണ് ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളൂ. പിന്നെ തർക്കങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പൊന്നാനി പോലെയുള്ള മണ്ഡലങ്ങളിൽ അണികളുടെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അതൊന്നും CPI ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പരിഗണിക്കാതെ നമ്മളിപ്പോൾ എന്താണ് 2 ദിവസം മുന്നേ അല്ല കുറച്ച് ദിവസം മുന്നേ എന്താണ് തളിപ്പറമ്പിൽ ശ്യാമള ടീച്ചർ PK ശ്യാമള മത്സരിക്കാൻ വരുന്നു എന്നുള്ളത് ചെറിയ ചർച്ചയ്ക്ക് കാരണമായി. തലശ്ശേരി ഷംസീറില്ല എന്നത് ചെറിയൊരു ചർച്ച അവിടെ ഉണ്ടായി. പക്ഷേ ഇത് പ്രഖ്യാപനത്തിലേക്ക് വന്നാൽ പിന്നെ CPM പ്രവർത്തകർക്ക് ഇതൊന്നും പ്രശ്നമല്ല. പൊന്നാനിയിൽ പക്ഷേ അങ്ങനെ അല്ല കേട്ടോ. പൊന്നാനിയിൽ കുറച്ചുകൂടെ ഗൗരവമുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അവിടുത്തെ ആളുകൾക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം കഴിഞ്ഞ തവണയും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. ആളുകൾ വളരെ വൈകാരികമായി ആ വിഷയത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കാത്തിരുന്ന് കാണണം പൊന്നാനിയുടെ റിസൾട്ട് എന്താണെന്ന്. പക്ഷേ അവിടെയും ഇപ്പോൾ നമ്മളിനി പുറത്തൊന്നും കേൾക്കാൻ പോകുന്നില്ല. ഇപ്പം സിദ്ദിഖ് തന്നെയും പോസ്റ്റ് ഇന്നലെ ഇട്ടല്ലോ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് തണുപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ പ്രഖ്യാപനം വന്നാൽ ആ നിലക്ക് പോകുമായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങനെ തണുപ്പിക്കാൻ ഇടപെടേണ്ടി വരുന്ന തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് സിദ്ദിഖിനും പാർട്ടിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതായത് നമ്മൾ ടോട്ടൽ പരിശോധിക്കുകയാണെങ്കിൽ പൊന്നാനിയാണ് യഥാർത്ഥത്തിലൊരു ചെറിയ പ്രശ്നമുള്ള. അതുപോലെ പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുന്നല്ലേ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെ ഉണ്ടാവും. അതിനിപ്പം അധ്യക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴായിരിക്കും ആരൊക്കെ എവിടെയൊക്കെന്നുള്ള കാര്യം. ജോസ് കെ മാണിയും 4 കാണാനിരിക്കുന്നുണ്ട് അത്ര. കടുത്തുരുത്തിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്, സംശയം പറയുന്നുണ്ട്. ഇപ്പൊ സ്റ്റീഫൻ ജോർജ് ആണോ മറ്റാരെങ്കിലും വരുമോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ. അതേപോലെ NCP എലത്തൂരിന്റെ കാര്യത്തിലും അവിടെ പ്രശ്നങ്ങളുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റിപ്പോർട്ടർമാർ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഇപ്പോഴും ഒരു പേപ്പർ വെച്ചിട്ട് വിട്ട് തിരുത്തം ചെയ്യണം കേട്ടോ. എല്ലായിടത്തും ശരിയായിട്ടില്ല. അപ്പോൾ കടുത്തുരുത്തി എന്ത് ചെയ്യണം, അങ്ങനെ ആലോചനകളുണ്ട്. എന്തായാലും നമ്മൾ ഈ CPM-ന്റെ ഇടതുമുന്നണിയുടെ കാര്യം പറയുന്ന പോലെ ഓഫ് കോഴ്സ് പറയേണ്ടതാണ്. കോൺഗ്രസ് ഇത്തവണ യുഡിഎഫിന് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്താണ്. ഇത്തവണ എങ്ങനെയും ഭരണത്തിൽ വന്നേ മതിയാക്കാൻ പറ്റുള്ളൂ. 100 സീറ്റുമായി വരും. ടീം UDF നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക. ഇതിനകത്തൊരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ UDF LDF ആണല്ലോ ഇവിടെ ശക്തമായിട്ട് മത്സരിക്കുന്നത്. NDAക്ക് സീറ്റ് കിട്ടണമെന്ന ആഗ്രഹമായിട്ട് അവരവിടെ ഉണ്ട്. ഇതിൽ ആർക്കാണ് ഈസി എന്ന് വെച്ചാൽ കിട്ടിയാൽ ഊട്ടിയില്ല ചട്ടി എന്നുള്ളതാണല്ലോ. LDF എന്നല്ല, പോയാൽ പോയി, ഇല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കാം. പക്ഷേ UDF ഈ തവണ കൂടെ ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെയും UDF-ലെ മറ്റ് ഘടകകക്ഷികളുടെ ഒക്കെ കാര്യം അങ്ങേയറ്റം പരിതാപകരമാവും. പരിതാപകരമാവും. നേതാക്കന്മാരുടെ കാര്യം വ്യക്തിപരമായിട്ട് വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകും. എന്താ ചെയ്യാന്ന് നമുക്ക് തന്നെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഈ പുറത്തുനിന്ന് കാര്യങ്ങൾ കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും നമുക്ക് തന്നെ ഒരു സങ്കടകരമാണ് സ്ഥിതി. അതായത് പക്ഷേ അവർ ജയിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഉറപ്പായിട്ടും. അതുകൊണ്ട് ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും സ്പിരിറ്റഡ് ആയിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന UDF ആണ്. അതിലൊരു കാര്യമുണ്ട്, ടൈറ്റ് ഫൈറ്റ് എന്നുള്ള ഒരു പ്രതീതി ഇപ്പോൾ ഉണ്ടാവുകയും പൊതുവെ മാധ്യമങ്ങളൊക്കെ അങ്ങനെ പറയുകയും വിലയിരുത്തുകയും സർവേകൾ ആ സ്വഭാവത്തിൽ വരികയും ചെയ്യുന്നത് ഒരു പ്രശ്നമാണ്. ആ നിലയ്ക്ക് തന്നെ ആ മത്സരം ഇപ്പോൾ വിജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും ഒപ്പത്തിനൊപ്പമുള്ള ഒരു പോരാട്ടം എന്നതാണ് നിലനിൽക്കുന്ന ഒരു പ്രതീതി. ഇടതുമുന്നണിയും അതായത് LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം എന്നുള്ളത്. പക്ഷേ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കനകോലുവിൻ്റെ ഒരു സർവേയുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ. അന്ന് എന്തായിരുന്നു? അന്ന് 90 സീറ്റുകൾക്ക് മേൽ നേടിക്കൊണ്ട് UDF തൂത്തുവാരും എന്നുള്ളതായിരുന്നു അവസ്ഥ. പക്ഷെ പിന്നീട് വന്ന സർവേകളിൽ ഘട്ടം ഘട്ടമായി കാര്യങ്ങൾ മാറി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സീനല്ല ഇപ്പോൾ. കാരണമായി പിന്നീട് വന്ന സർവേകൾ പറഞ്ഞ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് അതാത് മണ്ഡലങ്ങളിലെ MLA-മാർ മണ്ഡലം നോക്കുന്നവരായതുകൊണ്ട് ആ സ്ഥിതിക്ക് എത്രത്തോളം മാറ്റമുണ്ട്. ഇപ്പോൾ ആന്റി ഇൻകംബൻസി ഫാക്ടറൊക്കെ ഉണ്ടെങ്കിലും അത് ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് MLA-യെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഉണ്ടാവുക. അതായത് ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് നമ്മൾ 10 വർഷം മുമ്പ് പിണറായി വിജയനെ പറ്റി ആളെല്ലാം പറഞ്ഞോട്ട് ചിരിക്കാത്ത ആളാണെന്നാണ്. ചിരിച്ച ഫോട്ടോ കിട്ടാനായിരുന്നു പാട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? മോഹൻലാലിൻ്റെ ഉള്ളിൽ ചിരിക്കുന്നു, ഫുൾ ടൈം ചിരിക്കുകയാണ്. നമ്മുടെ ഈ കാണുന്ന പരസ്യ ബോർഡുകളിൽ ചിരിക്കുന്നു, നമ്മുടെ വീഡിയോ ആഡുകളിൽ ഇപ്പോൾ ചിരിക്കുന്നു, പരിപാടികളിൽ ചിരിക്കുന്നു, എല്ലാവരും ചിരിക്കുക. പക്ഷേ BD സതീശനെ നോക്കോ, പ്രതിപക്ഷത്തിൻ്റെ മുഖമായിട്ടുള്ള BD സതീശൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. ഒരു ഞാൻ വരുന്ന ഒരു മാസമെങ്കിലായിട്ട് ഹർഷ ടിവിയിൽ കണ്ടിട്ടില്ല. പക്ഷേ മുൻപ് കുറച്ച് മയപ്പെട്ട് സംസാരിക്കുന്ന സതീശൻ ഇപ്പൊ ചോദ്യങ്ങളോട് വല്ലാത്ത അസഹിഷ്ണുതയാണ്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പുള്ളിക്ക് അദ്ദേഹത്തിന് ഇത് വനവാസത്തിന് പോകേണ്ട വരും. അത് പക്ഷേ അങ്ങനെ തോൽവിയും നല്ല കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ നോക്കുമ്പോൾ പല കോൺഗ്രസ് നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം അവർക്കുള്ളത്. ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. അവരാ പോരാട്ടത്തിന്റെ ഒരു തീഷ്ണത കൊണ്ടൊക്കെയുള്ള വലിഞ്ഞു മുറുകൽ എന്നുള്ളതേ നമുക്ക് പറയാൻ കഴിയും. ഒരു കാര്യം കൂടെ ഉണ്ട് സനീഷേ, നമ്മൾ പലതവണ നമ്മൾ RDX-ലൊക്കെ ചർച്ച ചെയ്താണ്. കോൺഗ്രസിനുള്ളിൽ മുതിർന്ന നേതാക്കൾ മന്ത്രിമാരാരൊക്കെ ആകണമെന്നുള്ള ചർച്ചയിലാണ്. ആ മട്ടിലാണ് അവർ ആത്മവിശ്വാസത്തോടെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തുക. അതായത് നമ്മളുടെ മുന്നിൽ അവസാനമുള്ള കണക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കാണല്ലോ. അതിൽ മലയാള മനോരമ പിറ്റേന്നിറങ്ങിയ മലയാള മനോരമ പത്രത്തിൽ ആ കണക്കെല്ലാം കൂട്ടിയിട്ട് അവർ വെച്ചിരിക്കുന്നത് 80 സീറ്റ് UDF-നാണ്.
പിന്നെ മാതൃഭൂമി പത്രം 79 സീറ്റ് UDF-നാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ അവസാനമായിട്ട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കണക്കിലെ നമ്പറിൽ UDF ആണ് മുന്നിൽ. അക്കാര്യം നമ്മൾ കണ്ടേ പറ്റൂ. Yes.